ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ചൂടേറിയ വാർത്ത എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയാണ് ഈ ഇന്ത്യ US ട്രേഡ് ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതിന് ഇന്ത്യ US ട്രേഡ് ഡീൽ എന്നൊക്കെ പറയുമെങ്കിലും US ഇന്ത്യയെ കൊണ്ടൊരു ട്രേഡ് ഡീൽ നടത്തിച്ചു എന്നാണ് അതിനെ വിശദീകരിച്ചു പറയാൻ വേണ്ടി. എന്തായാലും പല അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ, ഇവരെല്ലാവരും പറയുന്നത് ഒറ്റവാക്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ സറണ്ടർ ആകും. ഇതുവരെയുള്ള ഒരു ഇന്ത്യ സ്വീകരിച്ചു വരുന്ന ഒരു നയം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിറകിൽ ഇങ്ങനെ BT-മായി നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇന്ത്യ രൂപീകരിച്ച കാലത്തൊട്ട് തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ സറണ്ടറായി എന്നാണ് പലരും ഒരു ഷോക്കിങ്ങോടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. സാറിന്റെ ഒരു എന്ത് തോന്നുന്നു അത്തരം പ്രതികരണങ്ങളൊക്കെ? ഇപ്പൊ ഇന്നലെ ഞാൻ അമേരിക്കൻ ന്യൂസായ ഫോക്സിനകത്ത് ഇന്ത്യൻ ഡീലുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നിനക്കറിയാതെ ബേസിക്കലി ഈ ഫോക്സ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപിനെയും പിന്തുണയ്ക്കുന്ന ഒരു ന്യൂസ് ചാനൽ, സാറ്റലൈറ്റ് ചാനലാണ്. അമേരിക്കയിൽ CNN-നേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു റൈറ്റ് വിങ്ങിന്റെ ചാനലാണ് ഈ ഫോക്സ്. അതിനകത്ത് നേരത്തെ ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ എക്കണോമിക് അഡ്വൈസർ, അതേപോലെ ട്രംപിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ എല്ലാം കൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. എക്കണോമിക് അഡ്വൈസേഴ്സ് ഷോക്കിംഗ് എന്ന് പറയുന്നത്, ഈ ഒബാമയുടെ അഡ്വൈസർ അതിനകത്ത് ഒരു കമന്റ് പാസ്സാക്കുകയാണ്, ഈ കാര്യത്തിൽ ട്രംപിനെ സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എവിടെയും വളയാത്തൊരു രാജ്യമാണ് പല കാര്യം. കാരണം ചൈനയാണ് ഇന്ത്യയെക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യമാണ്. പക്ഷെ ഇതാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തികമായ എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയി സറണ്ടർ ചെയ്തു. പിന്നീട് മനസ്സിലാക്കുക, ജിബിൻ മനസ്സിലാക്കുക, അമേരിക്കൻ മീഡിയയിലും ഈ പറയുന്ന അമേരിക്കൻ സോഷ്യൽ മീഡിയ ട്വിറ്ററിലും പല പ്ലാറ്റ്ഫോമിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും പറയുന്നത് പൂർണ്ണമായിട്ടും കള്ളവാ. അവർ പറഞ്ഞു അതിശക്തമായ രീതിയിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ, അതായത് ഇന്ത്യയുടെ ഫാം സെക്ടർ, ഡയറി സെക്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല. ചുമ്മാ അത് പറയുന്ന കൃത്യമായിട്ട് അത് വളരെ പച്ചക്കള്ളമാണ് പറയുന്നത്. ഇന്ത്യയുടെ പല സെക്ടർ, ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചില പൾസും ആ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുക, മറ്റു പലതും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടതാണ്, അമേരിക്കയിലെ ഫാം എന്ന് പറയുന്ന ഹൈലി സബ്സിഡൈസ്ഡ് ആണ്. അതും സീറോ ടാരിഫിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഫാം സെക്ടറിലെ സാധനങ്ങൾ, പ്രോഡക്റ്റ് വിറ്റുപോകുന്നത് അർബൻ ക്ലാസ്സിലാണ്, അർബൻ സിറ്റികളിലാണ്. ഇന്ത്യൻ അർബൻ സിറ്റിയിൽ അർബൻ ജീവിതം അവരുടെ ഡ്രീം എന്ന് പറയുന്ന എല്ലാവരുടെയും ഡ്രീം, ഒരു 95% ഡ്രീം, അവർ ദേശീയ വിദേശി എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ ബേസിക്കലി അമേരിക്കൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും വേണ്ട. ഇപ്പൊ നിലവിൽ തന്നെ നമുക്ക് ഈ ഇന്ത്യയുടെ അർബൻ മേഖലയിലുള്ള ഈ റീറ്റെയിൽ വിൽപ്പന എന്ന് പറയുന്നത്, ഈ നേരത്തെ അത് ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു, അത് പിന്നീട് മാളുകൾ പോലെയുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റ്, ആ ഒരു കൾച്ചറിലോട്ട് മാറി. നിലവിൽ അതെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് 10 മിനിറ്റ് ഡെലിവറി എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണ് ഗവൺമെന്റ് 10 മിനിറ്റ് പറയരുത് പറഞ്ഞു, പക്ഷെ എന്നാൽ പോലും 10 മിനിറ്റ് ഡെലിവറിയിലോട്ട് മാറി. അപ്പൊ അങ്ങനെ മാറിയപ്പോൾ തന്നെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ 10 മിനിറ്റ് ഡെലിവറി പ്ലാറ്റ്ഫോംസിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ഇന്ത്യൻ പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതിനകത്ത് അവൈലബിൾ ആവുന്നത്. അതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് പാക്ഡ് ആയിട്ട്, വെൽ പാക്ഡ് ആയിട്ട് വരുന്ന ഫാക്ടറി മാനുഫാക്ചർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അഗ്രികൾച്ചർ ആണെങ്കിലും, ഇനി നമ്മൾ ബീൻസും ഉള്ളിയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണത്? അപ്പൊ അത്തരം മാറ്റം ഉണ്ടായപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നിലവിൽ തന്നെ അത്തരം പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ ഔട്ടായി. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ നാട്ടുകളിലും കേരളത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പലചരക്ക് കടകളുണ്ട്. അതെ, അതായത് ഗ്രോസറി മേടിക്കുന്ന കടകൾ, റീറ്റെയിലർ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞപ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ആൾക്കാർ ഓൺലൈനിൽ പോകാൻ തുടങ്ങി. രണ്ടാമത് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകൾ വന്നു.
അവർക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം പല ഡിസ്കൗണ്ട് റേറ്റിൽ വില കുറച്ച് കൊടുക്കുന്നു. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാന്നുള്ളത്. എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാൻ, കാരണം പല വിലകളുണ്ട്, അതിൻ്റെ പല റേറ്റുകളുണ്ട്. ഇതിനകത്തുണ്ടായ പ്രശ്നം എന്തുവാ? ഈ പറയുന്ന പലചരക്ക് കടകളെന്ന് പറഞ്ഞ സാധനം ഒബ്സിലീറ്റ് ആയിപ്പോയി, അത് ഇല്ലാതായിപ്പോയി. ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട. ആ ഒരു സംസ്കാരവും ആ ഒരു കടയുടെ സംഭവം ഇല്ലാതായിപ്പോയി. പിന്നീട് ഓൺലൈൻ സ്റ്റോറുകളായി, അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റും കയറി വന്നു. അതും വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസിന് പല ഡിസ്കൗണ്ടും വെച്ച്, കാരണം അവർക്ക് മാസീവ് വോളിയമാണ് ഇത് പോകുന്നത്, ചെറിയ വോളിയമല്ല. അപ്പോൾ ആ വോളിയത്തിലോട്ട് പോകുമ്പോൾ അവർക്കതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, മാസീവ് വോളിയത്തിലാണ് പോകുന്നത്. അപ്പം അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ 1 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ഒരു സംഭവം, അതായത് മറ്റുള്ള സാധനങ്ങൾ, ഇപ്പം ചെറിയ ചെറിയ മെക്കാനിക്കൽ സാധനങ്ങൾ, വയറാണെങ്കിലും പ്ലഗ് ആണെങ്കിലും, ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് സംഭവം തന്നെയായിരുന്നു, ഇന്ത്യൻ ഐറ്റംസ്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ചൈന കയറി വരിക. ചൈന അത് ഡോമിനേറ്റ് ചെയ്തു. പിന്നീട് ആ ചെറിയ ചെറിയ സ്മോൾ ആൻഡ് മിഡിൽ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഇൻഡസ്ട്രി, ആ സാധനം ഇന്ത്യയിൽ ഒരു 90% അടച്ചുപോയി. ബാക്കിയുള്ള മേഖല വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്. അതെ, അത് കഴിഞ്ഞ് മോദി ഗവൺമെന്റിന്റെ ബ്ലണ്ടറാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം. കാരണം ഇതിനകത്തെ ബിസിനസ് അധികം എന്ന് പറയുന്നത് മൈക്രോ ആണ്, അത് മാക്രോ അല്ല. ക്യാഷ് ആൻഡ് ക്യാരിയും പരിപാടി. കാരണം ഇവർക്കൊന്നും വലിയ ഡിപ്പോസിറ്റും ഈ പറയുന്ന ബാക്ക് എൻഡൊന്നും ഇല്ല സാമ്പത്തികം. ഡിമോണിറ്റൈസേഷൻ വന്നു കഴിയുമ്പോൾ അതും കൂടെ അങ്ങ് നിന്നുപോയി. അതാണ് ഡിമോണിറ്റൈസേഷൻ ഏറ്റവും ബ്ലണ്ടർ എന്ന് പറയുന്നതിന്റെ കാര്യം. ഈ പണം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തിലോട്ട് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അപ്പൊ ആ ഒരു സംഭവം അതോടുകൂടി സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഡിമോണിറ്റൈസേഷന് ശേഷം ഇല്ലാതായി. ചൈന സാധനം കയറി അങ്ങ് ഡോമിനേറ്റ്. എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുക. ഞാൻ ഈ പറയുന്നത് പ്രധാനപ്പെട്ട ഇഷ്യൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സെക്ടറാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പിന്നെ ഇപ്പൊ മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, പ്രധാനമായിട്ടും ഇപ്പൊ BJP RSS വൈഡായിട്ട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഈ ട്രേഡ് കരാർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് പിന്നെ നമ്മൾ ഇതുവരെ ഈ ഡയറി പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ ഇനി അതൊന്നും വന്നില്ല എന്ന് തന്നെ വിചാരിക്കാം. ഇവർ പറയുന്ന പോലെ നേരിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വരുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് മദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ബിസിനസ് ആണ് യഥാർത്ഥത്തിൽ ഈ മദ്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും വൈഡായിട്ട് മദ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ മദ്യം ഉണ്ടാക്കുന്ന ഇവിടെയുള്ള ചോളവും ബാർലിയും പിന്നെ ഗോതമ്പും കരിമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ആവുമ്പോൾ ഇതിന് തന്നെയല്ലേ എഫക്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി, അതാണ് BJPയുടെ ഏറ്റവും, ഈ മോദി അഡ്മിനിസ്ട്രേഷനും അവർക്ക് നരേറ്റീവ് ഉണ്ടാക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന മുഴുവനും പച്ച കള്ളവ. എന്താ ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ചത്, എന്തുവാ ഗാൽവാനി സംഭവിച്ചത്? പക്ഷെ അവരുണ്ടാക്കിയെടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത് നരേറ്റീവ് എന്ന് പറഞ്ഞ പച്ച കള്ളവല്ലേ പറഞ്ഞുണ്ടാക്കിയത്. അതിവിടെ ഉള്ള ജനങ്ങളെ വിശ്വസിപ്പിച്ച് അവർ വോട്ട് മേടിച്ചു. അതിനെ ഏത് രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാതായിപ്പോയി. ബേസിക്കലി എന്തുവാ ഈ മദ്യത്തിന്റെ കാര്യം? ഞാൻ ഒരു കാര്യം ജിബിനോട് പറയാം. യൂറോപ്യൻ മദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം EU-ആയിട്ട് ഡീൽ ഓപ്പൺ ചെയ്തു, ബ്രിട്ടനുമായിട്ട് ഡീൽ ഓപ്പൺ ചെയ്തു, അമേരിക്കയുമായിട്ട് ഡീൽ ഓപ്പൺ ചെയ്തു. ഇപ്പൊ ബിയർ ആണെങ്കിൽ എല്ലാ മദ്യത്തിന്റെ റോ മെറ്റീരിയൽ എന്തുവാ? കൃഷിയിൽ നിന്നുള്ള സാധനങ്ങളാണ്. ഇതല്ലേ ഇനി വൈൻ, അതിന്റെ റോ മെറ്റീരിയൽ എന്തുവാ? ഫ്രൂട്ട്സ്, ഗ്രേപ്സ്, ഈ സംഭവങ്ങളല്ലേ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതെ. ഈ സാധനങ്ങള്, അതായത് ഇന്ത്യയിലെ പല ബ്രാൻഡുകളുണ്ട്, മദ്യം വിൽക്കുന്ന ബ്രാൻഡുകൾ, അതായത് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ.
ജിബൻ മനസ്സിലാക്കേണ്ടതാണ്, ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് പോകുന്നത് അർബൻ ക്ലാസിന്റെ ഇടയ്ക്കാണ്. ഇപ്പം ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ ഈ വിസ്കിയും സ്കോച്ചിനേക്കാൾ അവർ വീട്ടിലൊക്കെ ഉണ്ടാക്കും ഈ സാധനം. ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാലോ, ബാങ്കോ സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ മദ്യമേ വാങ്ങിക്കുന്നില്ല. കാരണം അവർ വീട്ടിലെ ഇത് ഉണ്ടാക്കുന്നത്, അവർ ഉണ്ടാക്കുന്ന കഴിയും. പിന്നെ കേരളത്തിൽ ഈ കഞ്ചാവ് വലിയ സംഭവമാണെന്ന് പറയുന്നു. ഉത്തരേന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഏത് വില്ലേജിലാണ് ഈ കഞ്ചാവ് വളർത്താത്തേ? റോഡ് സൈഡിൽ മുഴുവൻ ഈ കഞ്ചാവ് ഉണ്ട്. അതെടുത്ത് അവർ യൂഷ്വലി രാവിലെ ഒരു പാടത്ത് പണിയെടുക്കും. അതൊരു മെഡിസിനലായിട്ടാണ് അവർ കാണുന്നത്. അതേപോലെ തന്നെയാണ് മദ്യവും. അവിടെ എല്ലായിടത്തും ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ദേശീയ അവർ വീട്ടിലുണ്ടാക്കുന്ന മദ്യം ഉണ്ട്. ഇത് റിയാലിറ്റിയാ. ഇത് ചുമ്മാ ഈ പറയുന്ന ഈ കേരളത്തിൽ ഇത് തള്ളുന്ന യൂട്യൂബേഴ്സിന് ഇവർ ബേസിക്കലി മണ്ടത്തരം പറയുവാണ്. അത് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഞാൻ നല്ലതുപോലെ കണ്ട ഒരാളാണ്. നിനക്കറിയാം, നീ എൻ്റെ കൂടെ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇതൊക്കെ വളരെ സുലഭമായിട്ട് കാരണം ഇന്ത്യൻ ഗ്രാമവാസികളാണ് ഈ സംഭവം. അപ്പൊ ഇന്ത്യയുടെ മേടിക്കുന്ന ആൾക്കാരുടെ നഗരങ്ങളിൽ മാത്രമാണുള്ളത്. അതെ. അപ്പൊ ഇന്ത്യയുടെ സിറ്റികളാണ് ഇതിന്റെ മാർക്കറ്റ്. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലർ ബ്രാൻഡുകളുണ്ട്, പല ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഈ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഗവൺമെന്റിന്റെ ഒരു ആദായം കൂടാണ്. കാരണം വലിയ ടാക്സ് ആണ് പലയിടത്തും കിട്ടുന്നത്. അപ്പൊ ഈ ബ്രാൻഡുകൾ ഞാൻ കൃത്യമായിട്ട് പറയാം, വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ ഒരൊറ്റ ഇന്ത്യൻ ബ്രാൻഡും കാണത്തില്ല. അവിടെ മുഴുവൻ അമേരിക്കൻ മദ്യവും ഈ പറയുന്ന യൂറോപ്യൻ സംഭവം. കാരണം അവർക്കൊരു വലിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതെങ്ങനെ ഇവിടെ വന്ന് ചെയ്യുമോ അതോ അവിടുന്ന് കൊണ്ടുവരും? ഇതൊക്കെ അവിടുന്ന് കയറി വരും. അതിന് 0 ടാരിഫാണ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് എങ്ങനെ ഇന്ത്യൻ പ്രോഡക്റ്റ് കോമ്പറ്റ് ചെയ്യും? പ്രത്യേകിച്ച് അവിടെയൊക്കെ ഈ പറയുന്ന ആൾക്കാർ കൈകൊണ്ട് തൊടാതെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് അവർക്ക് മനുഷ്യരുടെ വിഭവശേഷിയുടെ ആവശ്യമില്ല, തൊഴിലാളികൾ ആവശ്യമില്ല, ഓട്ടോമേഷനിലാണ്. അത് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. എല്ലാം ഇപ്പം പുതിയ രീതിയിലുള്ള, ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ മദ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി കണ്ടു. അത് AI ബേസ്ഡ് ആയി. കാരണം കംപ്ലീറ്റ് ആയിട്ട് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ലോറിക്കകത്ത് ലോഡ് ചെയ്യുന്നത് പോലെ ഓട്ടോമേറ്റഡാ. അവിടെ ഒരാൾ ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ ബിവറേജ്, അതായത് മദ്യം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സാധനം ഇന്ത്യയിലെ അർബൻ ക്ലാസ്സിൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നാൽ, ഞാനീ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഇത് ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്? ഇന്ത്യയുടെ കർഷകർക്ക്. അതായത് ഇന്ത്യൻ ബ്രാൻഡുകൾ. പിന്നെ അവരെവിടെ കൊണ്ടുപോയി വിൽക്കും? ഇപ്പൊ അമേരിക്കൻ അവിടെ മദ്യം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരാരാ? ഗുജറാത്തികൾ, അതായത് ഷോപ്പുകൾ. പിന്നെ ഏറ്റവും കൂടുതലുള്ള ആരാണ്? തെലുങ്കന്മാർ, അതായത് ആന്ധ്രാക്കാർ. ഏറ്റവും കൂടുതൽ ഗുജറാത്തികളാണ്. ഈ ഗുജറാത്തികൾ തന്നെയാണ് അമേരിക്കൻ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഗുജറാത്ത്. ഇവിടെ ഈ അമേരിക്കയിലും ഈ ഇന്ത്യയിലും നിന്നിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് കൈകാര്യം ചെയ്ത് 2 ആളുകൾ ഗുജറാത്ത് തന്നെയാണ്. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ബിസിനസ് ആയിട്ടുള്ള മഹാരാഷ്ട്രയും ഗുജറാത്തും രാജസ്ഥാനും എടുക്കുക. 3 സ്റ്റേറ്റ് എടുത്താൽ മതി. ഈ 3 സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂൺസ് ആരാ? ഈ ഗുജറാത്തികൾ. എഗ്രീഡ്. അവർ തന്നെയാണ് അമേരിക്കയിലോട്ട് സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ അമേരിക്കൻ ഗുജറാത്തികളാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗെയിം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവന്നത്? ഞാൻ ഈ പറയുന്നത് ഇന്ത്യയുടെ ബിസിനസ് കൂടും, ഈ കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സെക്ടറാണ് അഗ്രികൾച്ചർ. ഓക്കെ. അതേപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി, SME. അപ്പം അതിനെ ആര് നോക്കും? ഈ പറയുന്ന 0 ടാരിഫിൽ ഇതേപോലെയുള്ള ചൈനീസ് പ്രോഡക്റ്റ് കയറി വരുന്നു. ചൈനയുടെ പോലെ നമ്മൾ ഈ പല കംപ്ലീറ്റ് ഓപ്പൺ അല്ല. അതാണ് ഞാൻ ഇതിന്റെ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോയി. ഷങ്കായ് SCO, ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ. അവിടെ ചൈനയുടെ ഡിമാൻഡായിരുന്നു എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഇന്ത്യയിലുണ്ടത് മാറ്റിക്കൊടുക്കണം. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കയുമായിട്ട് ഉടക്കായി.
അപ്പൊ പുള്ളി എന്തോ ചെയ്തു, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കെട്ടിപ്പിടിച്ചു, എല്ലാ സാധനവും പുല്ല് ഓപ്പൺ ചെയ്ത് കൊടുത്തു. മനസ്സിലാക്കുക, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ്, അതായത് ഈ മാസം ജാനുവരി അങ്ങോട്ട് കഴിഞ്ഞ് ഫെബ്രുവരി തുടങ്ങുമ്പോൾ ജാനുവരിയുടെ പറയുവാണ്, ലേറ്റസ്റ്റ് കണക്ക് ഒരു 170 ബില്യനാണ് ട്രേഡ് ഡെഫിസിറ്റ്. അത്രമാത്രം ചൈന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അതായത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ഹോമാക്കി അവർ. അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയ, കാരണം ചൈനയ്ക്ക് വേറെ സോഷ്യൽ മീഡിയയാണ്. അവർ ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവരുടെ ഓരോ മാനുഫാക്ചേഴ്സ് അവരുടെ പ്രോഡക്റ്റുകൾ നേരിട്ട് അവർക്ക് ചെയ്യാം. ആലോചിച്ച് നോക്കുക. അപ്പം എന്ത് പ്രയോജനമാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ കിട്ടുന്നത്, മറ്റു പ്രോഡക്റ്റിൽ കിട്ടുന്നത്? ഇതൊക്കെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു അർബൻ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ചിലപ്പോൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞ ട്രേഡ് ഡീല് വന്നപ്പോൾ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഗുണം കിട്ടി തുടങ്ങി. ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ കാശുള്ള ആളുകൾക്കൊക്കെ ലാഭം വന്നു തുടങ്ങി എന്നുള്ളത് മുതൽ എടുത്തു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഇതിന്റെ ഒരു വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ഇളവ് വന്നാലും, ഇനി അതല്ല ഈ പറയുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാലും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇതൊരു ഉണർവുണ്ടാവുന്നത് ഉറപ്പാണ്. പക്ഷെ അതേസമയം തന്നെ ഈ എങ്ങനെയൊക്കെ നമ്മൾ BJPയുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് അർബൻ മിഡിൽ ക്ലാസ് ആണ്, അല്ല അർബൻ അപ്പർ മിഡിൽ ക്ലാസ് ആണെന്ന് പറയുമ്പോഴും ഈ ബീഹാറും UP-യും രാജസ്ഥാനും ഒക്കെ ഇവരിങ്ങനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കർഷക വോട്ടുകളുടെ കൂടെ ഒരു ബലത്തിലാണ്. പിന്നെ നമുക്കറിയാം ഈ NRC ഉൾപ്പെടെ പല വിഷയങ്ങളിൽ സമരം ഉണ്ടായിട്ട് ഒരു സമരത്തിലും മുട്ടുകൂടാത്ത ഒരു ഗവൺമെന്റാണ് മോദി സർക്കാർ. പക്ഷേ നമുക്കറിയാം പഞ്ചാബിൽ നിന്ന് കുറെ വണ്ടിയിൽ കർഷകരിങ്ങ് വന്നപ്പോഴത്തേക്കും കർഷക ബില്ലിന് എന്താണ് സംഭവിച്ചത്, അതിനകത്ത് അവർക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് മുട്ടുമടക്കൂ കുത്തേണ്ടി വന്നു മോദി സർക്കാരിന്. മറ്റൊരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കർഷക കമ്മ്യൂണിറ്റിയെ പിണക്കുക എന്ന് പറയുന്ന ഒരു സാധനം ദൂരവ്യാപകമായിട്ട് BJPക്ക് പ്രശ്നമായി വരികയും ഉറപ്പായിട്ട് 100%. ഇത് മോഡി ഇതിവിടെ സറണ്ടർ ചെയ്തിരിക്കുന്ന ചില ഇഷ്യൂ, കാരണം മോദി ഉദ്ദേശിച്ചില്ല അമേരിക്ക ഇത്രമാത്രം അഗ്രസീവായിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്ന്. അതാണ് പുള്ളിയുടെ തെറ്റിദ്ധാരണ മുഴുവനും പോയി. കാരണം പുള്ളി ധരിച്ചു വെച്ചിരുന്നത്, ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ധരിച്ചു വെച്ച ഇന്ത്യ ഏതോ വലിയ കുണ്ടാവുന്ന, അത് മനസ്സിലാക്കിയില്ല അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടിയാണ് ആയതെന്ന്. അമേരിക്ക അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പിടികിട്ടിയത് ഇന്ത്യ ഒന്നും അല്ല എന്നുള്ളത്. കാരണം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സെറ്റ് ബാക്ക് 50% പ്യുണിറ്റീവ് ടാരിഫ് അങ്ങോട്ട് കൊടുത്തു. പിന്നീട് H1B വിസ, ഗ്രീൻ കാർഡ്, ഇന്ത്യൻ വിസ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ റിഫ്ലക്ഷൻ ഗ്ലോബലായിട്ട് അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സ് കാണിക്കാൻ തുടങ്ങി. അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. പാകിസ്ഥാനും സൗദി അറേബ്യയും അവർ തമ്മിൽ സമ്മിറ്റിലോട്ട് പോയി. ടർക്കി, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലായത് ഈ പറയുന്ന ചൈനയെ പോയി കെട്ടിപ്പിടിച്ചതുകൊണ്ടും ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ചായ കൊടുത്തുകൊണ്ടും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയുടെ കൂടെ സറണ്ടർ ചെയ്തേ മനസ്സിലാവും. ഒരു പോയിന്റ് കൂടെ പറയാം. ഏകദേശം 7 റൗണ്ടോളമാണ് ഈ അമേരിക്കൻ ട്രേഡുമായിട്ട് നെഗോസിയേഷൻ നടന്നത്. മനസ്സിലാക്കുക, ഏകദേശം 19-20 വർഷമാണ് യൂറോപ്യൻ ട്രേഡ് ഡീൽ നെഗോഷിയേറ്റ് ചെയ്തത്. ഈ 19-20 അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു സെക്ടർ ഓപ്പൺ ചെയ്യാൻ തയ്യാറായില്ല. അവസാനം അമേരിക്കൻ ഡീലിനെ പേടിച്ച് ഇന്ത്യ പെട്ടെന്ന് ഈ യൂറോപ്യൻ ഡീലിലോട്ട് അങ്ങ് പോയി. കാരണം യൂറോപ്പിനെയും കൂടെ വെറുപ്പിക്കണ്ട, അതിന്റെ പേരിലാണ് യൂറോപ്യൻ ഡീലിലോട്ട് പോകുന്നത്. പിന്നീടും ഇത് ബേസിക്കലി ഇന്ത്യ ബെഗ് ചെയ്തുണ്ടാക്കിയതാണ്, അല്ലാതെ ഇന്ത്യ നേട്ടം കൊണ്ടതല്ല. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് 3-4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലോട്ട് 500 ബില്യന്റെ, അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് എത്ര? ആകെ 700 ബില്യനേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആനുവൽ ബജറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അതെ. അപ്പം ഈ 500 ബില്യൺ വരാൻ പോകുന്ന 3-4 വർഷം കൊണ്ട് പിന്നെ ഇന്ത്യ ആരുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്? ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മോഡി കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു.
അല്ലെങ്കിൽ ഇതേപോലുള്ള ഡീല് വരത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് നല്ലത്, അതായത് എലീറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സിന്. പക്ഷെ ബാധിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഡൗൺ റോഡറായിട്ടുള്ള ലോവർ മിഡിൽ ക്ലാസ്സിനും അഗ്രികൾച്ചർ സെക്ടറിനും അതേപോലെയുള്ള സ്മോൾ ആൻഡ് മീഡിയം അവർക്കും ഈ പറയുന്ന അമേരിക്കൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ജിബിനോട് ഞാൻ പറയാം, ഇന്ത്യയുടെ അർബൻ ക്ലാസ് പിന്നെ ഇന്ത്യൻ സാധനം വാങ്ങത്തില്ല. തീർച്ചയായും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പം ഞാൻ ഒരു സിമ്പിളായിട്ട് പറയാം. ഇന്ത്യ പല ആൾക്കാരുടെയും ധാരണ ഇന്ത്യയുടെ ആൾക്കാർ നോൺ വെജ് കഴിക്കത്തില്ലെന്ന്. ഇതൊക്കെ പണ്ടായിരുന്നു. ഇന്ത്യയുടെ അർബൻ ക്ലാസ്സിൽ 40% പുതിയ ജനറേഷനും ഉള്ള ആൾക്കാർ, അതായത് അവർ പ്രോട്ടീൻ്റെ ആവശ്യത്തിന് അവർ നോൺ വെജ് ഫാനുകളായി മാറി. ഞാൻ ഡൽഹിയിൽ വന്ന സമയത്ത് നോൺ വെജ് കടകൾ തന്നെ കുറവായിരുന്നു, റെസ്റ്റോറൻറ്റുകളില്ലായിരുന്നു. ഇന്ന് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത്, അതായത് ഞാൻ ഈ പറയുന്ന ഒരു സബ്സിറ്റിയാണ്, ഇതിനകത്ത് ഇപ്പം ടോട്ടല് 50-60 റെസ്റ്റോറൻറ്റുകൾ, കാരണം എൻ്റെ 1 കിലോമീറ്ററിനുള്ളിലുണ്ട്. ആ 50-60 റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 45% അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനകത്ത് 70% നോൺ വെജ് റെസ്റ്റോറൻറ്റുകളാണ്. ഇപ്പൊ നോൺ വെജ് റെസ്റ്റോറൻറ്റ് അവിടെ കഴിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ തുടങ്ങാൻ പറ്റുന്നത്? നേരത്തെ ആൾക്കാരുടെ ധാരണ ഇന്ത്യയിലുള്ളവർ ബീഫ് കഴിക്കത്തില്ലെന്ന്. ഇവിടെ ഞാൻ നിനക്കറിയാവുന്ന കാര്യം, ഇവിടെ എല്ലായിടത്തും ബീഫ് കിട്ടും. ഇവിടെ നോർത്ത് ഈസ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ബീഫ് ഓപ്പണായി. കാരണം നോർത്ത് ഈസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് ഇപ്പൊ ശരിക്കും ബീഫ് കഴിക്കുന്നവരാ. പിന്നെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളല്ല ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോകുന്നുണ്ട്, അവിടെ ബീഫ് കഴിക്കും. അപ്പൊ അതൊക്കെ അങ്ങ് പോയി. ഇപ്പൊ ഞാനീ പറയാൻ പോകുന്നത്, അവിടെ ഇപ്പൊ ഇപ്പൊ അമേരിക്കൻ ബീഫും അമേരിക്കൻ മീറ്റ് പ്രോഡക്റ്റും പന്നിയിറച്ചിയും പോർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പൊ ആരെയാ ബാധിക്കുന്നത്? ഇത് വേറെ പ്രധാനപ്പെട്ട ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഈ ക്വാളിറ്റി ആയിട്ട് ഇത്തരം പ്രോഡക്റ്റുകൾ പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഷെൽഫ് ലൈഫ് കൂട്ടിയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള സമ്പ്രദായമൊന്നുമില്ല. നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ ആൾ കട്ട് ചെയ്യുന്നു, അവിടുന്ന് വാങ്ങിക്കുന്നു എന്നുള്ള രീതിയുള്ളൂ. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി പലപ്പോഴും നമുക്ക് ഗവൺമെന്റിന് തന്നെ അത് ഇത് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി പ്രോഡക്ട്സ് അവിടുന്ന് വരുമ്പോൾ ഇവിടെയുള്ള ലോക്കൽ മാനുഫാക്ചേഴ്സിന് അതുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ തന്നെ വലിയ പ്രയാസം ഉണ്ടാവും. ജിബിൻ, നീ പറഞ്ഞ 100% കറക്റ്റാ. നമുക്കറിയാം ഇന്ത്യയിലെ ഇപ്പം ക്വാളിറ്റി ആണെങ്കിൽ ഹൈജീന്റെ കാര്യത്തിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് യൂറോപ്യൻ അമേരിക്കൻ പ്രോഡക്റ്റിന്റെ അടുത്ത് പോലും എത്തത്തില്ല. ഇപ്പൊ യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലായിരിക്കണം. മനസ്സിലായി? യൂറോപ്യൻ സ്റ്റാൻഡേർഡിലായിരിക്കണം. അവിടെയുള്ള യൂറോപ്പിലുള്ള ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വേണം, അവർക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വേണ്ട. അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേണം, അവർക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വേണ്ട. ഇപ്പൊ ഇന്ത്യയിലുള്ള അർബൻ ക്ലാസ്സിലുള്ളവർക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ് മതി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വേണ്ട. ഇത് ലോകം മാറുവാണ്. ഡിജിറ്റൽ നോക്കുമ്പോൾ ഈ അമേരിക്കയിൽ നിന്നുള്ള ഏത് പ്രൊഡക്റ്റും ഇവിടെ നമുക്ക് താല്പര്യമില്ലാതെ കൊണ്ടുവരാന്ന് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഹബ്ബാണ്. പല പ്രോഡക്റ്റുകളും ലോകത്തിന് പല ഭാഗത്തുള്ള പ്രോഡക്റ്റുകൾ എൻറൂട്ട് ചെയ്യപ്പെടുന്നതെല്ലാം ഈ അമേരിക്കൻ പോർട്ടുകൾ വഴിയൊക്കെയാണ്. അപ്പോൾ ഫലത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള പ്രോഡക്റ്റുകൾ പല കച്ചവടക്കാരും പല എക്സ്പോർട്ടേഴ്സും ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പോവാണ്. ബേസിക്കലി അമേരിക്കൻ പ്രോഡക്ട്സ് മാത്രമായിരിക്കില്ല വരുന്നത്. അല്ലല്ല, 100%. കാരണം അമേരിക്കയ്ക്ക് എവിടെ സ്വാധീനമുണ്ട്, എവിടൊക്കെ അമേരിക്കൻ കമ്പനികളുണ്ട്, അതെല്ലാം അമേരിക്കൻ പ്രോഡക്റ്റാ. അതെ, അതൊക്കെ അമേരിക്കൻ പ്രോഡക്റ്റാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ അമേരിക്കൻ പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം അമേരിക്കയിലായിരിക്കത്തില്ല മാനുഫാക്ചറിങ്, ചിലപ്പോൾ അത് കാനഡയിലായിരിക്കും, ചിലപ്പോൾ മെക്സിക്കോയിലായിരിക്കും. കാരണം മാസീവായിട്ട് അതെല്ലാം അമേരിക്കൻ പ്രോഡക്റ്റ്, അതെല്ലാം കൂടെ കയറി ഇങ്ങോട്ട് വരും. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം. ഒന്നില്ലെങ്കിൽ ഇന്ത്യയുടെ മീഡിയ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിശബ്ദമാണ്, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും കാരണം ഇന്ത്യയുടെ മീഡിയ മുഴുവൻ ഇപ്പോൾ കോർപ്പറേറ്റിന്റെ കയ്യിലാണ്. അതാണ് പ്രധാനമായിട്ട് കോർപ്പറേറ്റ്. കാരണം അവർക്ക് ഈ കോർപ്പറേറ്റിന് ഈ ഗവൺമെന്റുമായിട്ടും അവർക്ക് ഈ പറയുന്ന അമേരിക്കൻ ബിസിനസ് നിർണായകമാണ്. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും വലിയ മൾട്ടി ബില്യനെയറാണ്, ലോകത്തിലെ ഒരു കോടീശ്വരന്മാരുടെ ഒരാളാണ് അഡാനി.
ഓക്കെ, അഡാനി എന്ന് പറയുന്നത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലിരിക്കുക. ഏത് സമയത്തും അമേരിക്ക ഈ പറയുന്ന കേസ് റീഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യും. ഒന്നാമത് അയാൾ കോർട്ടിൽ ഹാജരാകാൻ തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് അമേരിക്കൻ പ്രസിഡന്റ് ആ കേസ് പോസ് ചെയ്തിരിക്കുക. അപ്പൊ അഡാനിക്കെതിരെ കേസുകൾ വരികയും അയാളുടെ സ്വത്തുക്കളും അയാളുടെ ഗ്ലോബലായിട്ടുള്ള ബിസിനസ്സും ഇത് അമേരിക്ക കയറി അങ്ങ് ഫ്രീസ് ചെയ്യും. അയാളെ ഗ്ലോബലായിട്ട് അങ്ങ് സാങ്ഷൻ ഇമ്പോസ് ചെയ്യും. ഇതൊക്കെ മോദിക്ക് പേടിയുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം അത് എപ്പോഴും കയറി വരാം. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടുണ്ട്. പക്ഷെ ലോങ് റണ്ണിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് നെഗറ്റീവാണ്. ഇത് ഇന്ത്യ റീനെഗോഷിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഈ പിന്നെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്കറിയാം, നേരത്തെ ഈ പിന്നെ അമേരിക്ക ചൈന ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സോയാബീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അമേരിക്കയിലെ സോയാബീൻ കർഷകരാണ് ചെറിയ രീതിയിൽ പ്രതിസന്ധിയിലായത്. കാരണം അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഈ സോയാബീൻ ഓയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സോസ് ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം ചില കമ്പനികളും അതിന്റെ പ്രതിസന്ധി നേരിട്ടു. അതായത് അവിടുത്തെ സോയാബീൻ കർഷകർ കൃഷി ചെയ്യുന്ന സോയാബീനാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു കർഷകനുണ്ടെങ്കിൽ അയാള് ഗോതമ്പ് കൃഷി ചെയ്യുന്നു, സീസൺ അനുസരിച്ചിട്ട് അയാള് ഷുഗറും കൃഷി ചെയ്യുന്നു, അയാൾക്ക് തന്നെ ഒരു 100-200 പശുക്കളും കാണും. അപ്പൊ ബേസിക്കലി ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയില്, അത് ഈ പറയുന്ന പിന്നെ ഡയറി പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഷുഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പിന്നെ ഏതെങ്കിലും ബീവറേജസ് ആയിക്കോട്ടെ, ഏത് മേഖലയിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ കർഷകന്റെ എൻഡയർ നട്ടലൊടിയാൻ അത് മതി. അപ്പൊ ജിവിൻ പറഞ്ഞു ഈ കാര്യം വളരെ കൃത്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ വില്ലേജുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഒരാൾക്കൊരു 1 ഏക്കർ 2 ഏക്കർ കൃഷിയുണ്ടെങ്കിൽ അതിനകത്തായാലും മൾട്ടിപ്പിളാണ് സാധനങ്ങളാണ് പലതും കൃഷി ചെയ്യുന്നത്. കുറച്ച് ഗോതമ്പ്, പിന്നെ അത് സീസൺ മാറും, പിന്നെ അടുത്തത് നെല്ലിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പല വെജിറ്റബിൾസ്. അയാൾക്ക് തന്നെ 10-25 പശുക്കളുണ്ട്. മനസ്സിലായില്ലേ? അതാണ് കാരണം അതാണ് ഇന്ത്യൻ കർഷകൻ പിടിച്ചു നിൽക്കുന്നത്. ഇതിലാണ് ബാലൻസ് ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. കാരണം നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അമേരിക്കയിലാണ് ഐസ് വീട് സംഭവം, പിന്നെ കൃഷിയൊന്നുമില്ല അവർക്ക്. പിന്നെ അവരുടെ പിസ്തയാണെങ്കിൽ ഒരാൾക്ക് പിസ്ത 5000 ഏക്കർ, ഗ്രേപ്സ് ആണെങ്കിൽ ഒരുത്തിന് 2000 ഏക്കർ 3000 ഏക്കർ, അങ്ങനെ അമേരിക്കൻ ഇത്. പിന്നെ അമേരിക്കൻ ഫാമുകളുണ്ട്. ഇപ്പൊ പശുക്കളാണെങ്കിലും ഈ പറയുന്ന മീറ്റിന് ഉപയോഗിക്കുന്ന സാധനം അയാൾക്ക് ഫാമാണ്. ഫാമിൻ്റെ അത് ഹ്യൂജ്, അത് മാത്രമാണ് പിന്നെ അയാളുടെ ഒരു കൃഷി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ അതേപോലെ അമേരിക്കയിലെ പോലെ വലിയ കോടീശ്വരന്മാരായ ഫാർമേഴ്സ് ഒന്നും അല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് എല്ലാം ചെറുകിട ഫാർമേഴ്സ്. ചില ആൾക്കാരുടെ 10-200 ഏക്കറും പഞ്ചാബിലും ഹരിയാനയിലും പലർക്കും ലാൻഡ് ഉണ്ടെങ്കിലും അവർ ഡയറക്റ്റ് കൃഷി ചെയ്യുന്നില്ല. ഈ ലാൻഡ് തന്നെ മറ്റു പലർക്കും വീതിച്ചു കൊടുത്ത് ലീസിന് കൊടുത്ത് അവരെ കൊണ്ടാണ് കൃഷി ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോഴും ഒരു മോഡേൺ ജമീന്ദാർ സിസ്റ്റത്തിലാണ് ഈ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഇന്നും ആ ജമീന്ദാർ സിസ്റ്റം ഉണ്ട്. ഇപ്പം ലാൻഡ് കൺസീൽമെന്റ് ആക്ട് ഉള്ള പല സ്റ്റേറ്റുകളിൽ മാത്രമാണ് പഴയ പോലെ നടക്കാതിരിക്കുക. ചിലർക്ക് ഇത്ര കൂടുതൽ ലാൻഡ് പറ്റത്തില്ല, ചിലർക്ക് ഇത്ര ലാൻഡ് പറ്റത്തുള്ളൂ. അതിന്റെ പേരിൽ പല സ്റ്റേറ്റുകളിലും അത് നടക്കും. പക്ഷെ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്റ്റേറ്റുകളിലും ഈ പറയുന്ന ജമീന്ദാർ സിസ്റ്റത്തിലാണ് നടക്കുന്നത്. കാരണം ആ ലാൻഡ് ഉള്ളവൻ കൃഷി ചെയ്യുന്നില്ല, ഇത് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ആ കർഷകൻ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ പറയുന്ന ലാൻഡിന് കൊടുക്കുന്ന കർഷക സബ്സിഡി യഥാർത്ഥ കർഷകന് ഇന്നും ലഭിക്കുന്നില്ല. ഈ പറയുന്ന വളത്തിന്റെ സബ്സിഡി, ഈ സബ്സിഡി ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് അഗ്രികൾച്ചർ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ ഇവിടുത്തെ ജമീന്ദാർ സിസ്റ്റം അത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. നമ്മളെല്ലാം എല്ലാ ഫ്രണ്ടിലും ആലോചിക്കണം എന്തൊക്കെയാണ് സംഭവം. അപ്പൊ നോക്കുക, നാസിക്കിലാണ് ഏറ്റവും കൂടുതൽ, നാസിക് ആ ബെൽറ്റിനാണ് ഏറ്റവും കൂടുതൽ ഗ്രേപ്സ്, അതായത് മുന്തിരിയുടെ. കാരണം ഇന്ത്യയുടെ 3-4 ബ്രാൻഡുകളുണ്ട്. സൂലയുണ്ട്, ഗ്രോവറുണ്ട്, പല ബ്രാൻഡുകളുണ്ട്. ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും. കാരണം ഇന്ത്യൻ ഗ്രോവേഴ്സിന്റെ ഈ പറയുന്ന ഗ്രേപ്സിനേക്കാളും ക്വാളിറ്റി കൂടിയതാണ് അമേരിക്കയുടേത്. അതിനേക്കാൾ അത്ര ക്വാളിറ്റി ഉള്ളതാണ് യൂറോപ്പിൻ്റേത്. അതിൻ്റെ അകത്തുണ്ടാക്കുന്ന വൈനും ഇന്ത്യയുടെ ഉണ്ടാക്കുന്ന വൈനും തമ്മിൽ ആനയാടിന്റെ വ്യത്യാസമുണ്ട്. ഞാനിത് വെറുതെ പറയുന്നു. എനിക്ക് ഇതെല്ലാം ഈ പറയുന്ന ഗ്രേപ്പുമായി ബന്ധപ്പെട്ട് വൈൻ ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാലും അതുപോലെ ഈ നമ്മുടെ ഡയറി ഇൻഡസ്ട്രി നമുക്കറിയാം.
ഇതെല്ലാം എനിക്കൊന്ന് കൂടുതലും അതിനകത്ത് ഈ കോർപ്പറേറ്റ് പ്ലെയേഴ്സ് വലിയ രീതിയിൽ പൈസ ഇറക്കുന്ന റെനോവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്നും അല്ല, എന്നാൽ കോർപ്പറേറ്റീവ് സംഘങ്ങളൊക്കെയാണ് ഇതിനെ നയിക്കുന്നത്. അതേസമയം അമേരിക്കയിലൊക്കെ നമുക്കറിയാം അവർക്ക് ഓവർനൈറ്റ് ടെക്നോളജി മാറ്റാനും പ്രൊഡക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയാക്കാനും ഒക്കെ പൈസ ഇറക്കി പ്ലേ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ ഈ മേഖല ഉള്ളത് പറയുന്നത് ഇന്ത്യയില് ഡയറി മൊത്തമായിട്ട് കിടക്കുന്ന കോർപ്പറേറ്റീവ് സെക്ടറുകളാണ്. ഈ നമ്മുടെ മിൽമ മുതൽ ഇനി അരി പിന്നെ ഇവിടെ വരെ എടുത്തു കഴിഞ്ഞാലും എല്ലാം തന്നെ കോർപ്പറേറ്റീവ് സെക്ടറുകളാണ്. ഇവർക്കൊന്നും ഈ രീതിയിൽ പ്ലേ ചെയ്യാനും പറ്റത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, അമേരിക്ക പോലെ അവരുടെ കോർപ്പറേറ്റ് സെക്ടറിന് അവർക്ക് പെട്ടെന്ന് പൊളിറ്റിക്കൽ ലോബിയിസ്റ്റോ അവർക്ക് പിന്തുണയും കിട്ടും. അതെ, അവർക്ക് ഇത് ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അല്ല, അവരുടെ സപ്ലൈ ചെയിൻ ഭയങ്കരമാണ്. അതെ, ഗ്ലോബൽ ആയിട്ടുള്ള സപ്ലൈ ചെയിൻ ഭയങ്കരമാണ്. അപ്പൊ ഹൈ എൻഡ് ടെക്നോളജി ഒക്കെ, കാരണം അവരുടെ മാൻ പവർ, ഹൈ എൻഡ് ടെക്നോളജി എല്ലാം കൂടെ മൾട്ടിപ്പിൾ ഇത് ചെയ്തിട്ടാണ് അവരത് റൺ ചെയ്ത് വലിയ പ്രോഫിറ്റിലാക്കി എടുക്കുന്നത്. എന്നിട്ടും മനസ്സിലാക്കുക, ഹൈലി സബ്സിഡൈസ്ഡ് ആണ്. ഗവൺമെന്റ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യ നേരെ തിരിച്ച് ഇന്ത്യയിൽ ഈ കൊടുക്കുന്ന ചെറിയ ഇതും ഈ പറയുന്ന 10 കന്നുകാലി 5 കന്നുകാലി ഈ പറയുന്ന സാധനങ്ങളും അത് സബ്സിഡി കൃത്യമായിട്ട് ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും നമുക്ക്, കാരണം നമ്മുടെ ബ്യൂറോക്രസിയും പരിപാടിയൊക്കെ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മോദി ഗവൺമെന്റ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിൽ അമേരിക്കയിലുള്ള അഡ്മിനിസ്ട്രേഷനാണ്, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതിനകത്തുനിന്ന് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ ഗവൺമെന്റും മോദി ഗവൺമെന്റും കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. ഇത് നമുക്കറിയാം, സാധാരണ ഈ വലിയ ഇത്തരത്തിലുള്ള വലിയ കോൺട്രാക്ടുകൾ മറ്റൊരു രാജ്യവുമായിട്ട്, ഇനി അതൊരു കുറച്ച് ആയുധങ്ങൾ മേടിക്കുന്ന ഒരു കരാർ തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പോലും, ചെറിയ കരാറുകൾ അത് ഒപ്പിട്ടാൽ പോലും അത് പാർലമെന്റിൽ വിശദീകരിക്കുന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇതിനെ കുറിച്ചിട്ട് അവിടെ ഈ പ്രതിപക്ഷം ബഹളം ഉണ്ടായപ്പോൾ പോലും സോളിഡായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ലതാണ്. അല്ല, അതിനകത്ത് പാർലമെന്റ് വിശദീകരിക്കണമെന്നൊന്നുമില്ല ചില കാര്യങ്ങളിലൊന്നും. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് നോർമലി നേരത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരത് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ചോദ്യം വരുമ്പോ പോലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറയാൻ പറ്റുന്നില്ല. ഞാൻ ചോദിട്ടെ, കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് എന്തിലാണ് ഗവൺമെന്റ് ട്രാൻസ്പെറൻസി കാണിക്കുന്നത്? ഇന്ത്യ ഓയിൽ എവിടുന്നാ മേടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. അമേരിക്ക പറഞ്ഞു നാളെ പോലും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കത്തില്ല, വെനൂസിലയിൽ നിന്ന് ഞങ്ങളാണ് ഓയിൽ കൊടുക്കുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഇനി നേരത്തെ ഈ പറഞ്ഞ റഷ്യൻ ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത്രയും പൈസ കുറച്ച് കിട്ടിയിട്ടും അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ല ജിബിൻ, അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടായിട്ടില്ല. അവിടെ എന്താ ട്രാൻസ്പെറൻസി ഉണ്ടായത്? അപ്പൊ അവിടെ മോദി ഗവൺമെന്റ് പറയുന്നത് ഫോറിൻ കറൻസിക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് ചെയ്തത്. എന്ത് ട്രാൻസ്പെറൻസി? അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റാണ് തീരുമാനിക്കുക 500 ബില്യൺ സാധനം അയാൾ ഇങ്ങോട്ട് അയക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെന്തോ കാര്യമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യമായിട്ട്. കാരണം വല്ലാത്ത ഹൈ പ്രഷറിലായി. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, BJPക്കകത്തെ പല ലീഡേഴ്സും അവർ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഈ ദേശീയ സംഭവങ്ങളായിട്ട്, കാരണം സ്വദേശി ജാഗരൺ മഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഈ ഡീല് വരുന്നതോടുകൂടി ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ദേശീ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് ചുമ്മാ അത് പുളുവ, വെറും പുളുവ. കാരണം അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയുടെ കോറായിട്ടുള്ള പല സെക്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് മേക്കിംഗ് ഇന്ത്യ? ഈ അമേരിക്കൻ സാധനങ്ങൾ, ഈ ഡിഫൻസിന്റെ സാധനങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. ഇതിനകത്ത് പെട്ടുപോയത് വ്ളാദിമിർ പുടിനാണ്. അയാൾക്കൊരു കുന്തവും കൊടുത്തില്ല, അയാളുടെ തലയടിച്ചു വിട്ടു. ഓയിലിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ് ഒരു പുല്ലുമില്ല. ഒരു കാര്യമുണ്ട്, ഇന്ത്യ ബാലൻസ് ചെയ്ത് പോകണം, അമേരിക്ക കൊടുത്തോട്ട്. പക്ഷെ ഇന്ത്യൻ താല്പര്യങ്ങൾ മുന്നിൽ വെച്ച് മുന്നോട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, BJPയും നരേന്ദ്രമോദി അവർ ദേശീയതയുടെ ഏറ്റവും വലിയ വക്താക്കളാണ്. ദേശീയ സാധനങ്ങൾ, ദേശീയത മാത്രമേ അവർ പറയുന്നുള്ളൂ. എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ വരുമ്പോൾ പെട്ടെന്ന് ജയ് ശ്രീറാമിലോട്ട് അങ്ങ് പോവുക. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നൊരു തുറുപ്പ് ട്രംപ് കാർഡാണ്. എന്തെങ്കിലും ക്രൈസിസ് വന്ന് ജയ് ശ്രീറാം പറയുക, ദേശീയത പറയുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ പറയുക, ഇപ്പം ക്രിസ്ത്യാനികൾക്കെതിരെ പറയുക. ഇതോടുകൂടി എല്ലാവരെയും സൈലന്റ് ആക്കും. ഇത് കൃത്യമായിട്ട് അമേരിക്ക മുതലെടുത്തു. ഇതിൽ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു ഭരണ തുടർച്ചാ ഭാവി എങ്ങനെയായിരിക്കും? നമുക്കൊരു
അതിന്റെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഫ്യൂച്ചർ? അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഇന്റർനാഷണൽ ആയിട്ടും നാഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ചോദിക്കുക. ഇതിനൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? ബേസിക്കലി ഈ മോദി ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെടുക്കുന്ന ട്രംപ് കാർഡ് എന്തുവാ? ട്രംപ് അതായത് ഗുലാൻ എന്തുവാ പറയുന്നത്? അതിദേശീയതയും അതുപോലെ ഹിന്ദുത്വ മതന്യൂനപക്ഷങ്ങളും നെഞ്ചത്ത് ഹിന്ദുത്വ സാധനം എടുക്കും. പെട്ടെന്ന് പാകിസ്ഥാൻ ശത്രുവാകും, പെട്ടെന്ന് മുസ്ലിങ്ങൾക്കെതിരെ ശത്രുവാകും, പെട്ടെന്ന് മറ്റുള്ളവർ ശത്രുവാകും. ആകെ ഹിന്ദുക്കള് ദേശീയത നമ്മുടേതാണ്. പിന്നെ അത് ഈ ആഹാരം കഴിക്കാത്തവനും ഒരു നേരത്തെ പട്ടിണി കിടക്കുന്ന ഇത് കേൾക്കുമ്പോൾ അവർക്കറിയാം ഇത് മാത്രം കൊടുത്താൽ മതി, ആളുകൾ വോട്ട് ചെയ്തു, ആൾക്കാർ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ ക്രൈസിസ് എന്നിട്ട് ഇലക്ഷൻ സമയത്ത് 10,000 രൂപ ബീഹാറിൽ കൊടുത്തു. ഇതിനും മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതേ ഫോർമുല ഉപയോഗിക്കും, UP ഉപയോഗിക്കും. അപ്പൊ കർഷകൻ എന്തുപോയി? അതായത് ലോങ് ടൈം നോക്കുന്നില്ല ആൾക്കാര്. അപ്പോൾ കിട്ടും, ഓക്കെ ഫൈൻ. ആ ഒരു ചിലപ്പോൾ അടുത്ത ദീപാവലി ഫെസ്റ്റിവൽ സമയത്ത് 10,000 രൂപ വെച്ച് കൊടുക്കുന്നു, മതി, വോട്ട് ചെയ്യും. അത് BJPക്കും അവരുടെ സ്ട്രാറ്റജിസ്റ്റുകൾക്കും വളരെ കൃത്യമായിട്ടറിയാം. ഈ പറയുന്ന അമേരിക്കയ്ക്കും അറിയാം. അതായത് ബേസിക്കലി അമേരിക്ക, ഈ ട്രംപും അമേരിക്കയൊക്കെ ഇന്ത്യ ഫൂളാക്കുക. അത് നരേന്ദ്രമോദി ഗവൺമെന്റിനും അറിയാം, അവർ ഫൂളാക്കുക. അതല്ല, വേറെ ചോയ്സ് ഒന്നുമില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രമാത്രം ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു ഗ്ലോബലി. അമേരിക്കൻ പ്രസിഡന്റ് എവിടൊക്കെയാണ് 7 വിമാനം, ബ്രാൻഡഡ് വിമാനം, 8 വിമാനം, എവിടൊക്കെയാ പറയാത്തത്? ഇന്ത്യ എന്തിനു പ്രതികരിച്ചു? ഡെഡ് എക്കോണമിയാണ് ഇന്ത്യ വല്ലതും പ്രതികരിച്ചോ? എന്നിട്ട് അവസാനം അവൻ പറയുന്ന രീതിയിൽ സാധനങ്ങൾ സൈൻ ചെയ്ത് ഡോട്ട് ലൈൻ ഇട്ട് കൊടുത്തു, ഡോട്ട് അവിടെ പോയി സൈൻ ചെയ്യുക. ഇതാണ് ഉണ്ടായത്. ഏതായാലും കാത്തിരുന്ന് കാണാൻ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.